أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله مولانا العلي العظيم. സമാദരണീയരായ ഈ വേദിയുടെ അധ്യക്ഷൻ, ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ വൈസ് പ്രിൻസിപ്പൽ കൂടിയായ ഉസ്താദ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി അവർകളെ, ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായ അഭിവന്ദനായ ഖതീബ് അബ്ദുള്ള കോയ തങ്ങൾ, ബഹുമാന്യനായ കോയക്കുട്ടി തങ്ങൾ, ബഹുമാന്യരായ ഇസാഖ് ബാക്കവി, യൂസുഫ് ഫൈസി, പ്രൊഫസർ ഇ എം സാർ, അഭിവന്ദനായ സൈദൽവി ഹാജി, ജിദ്ദയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ കുട്ടി മൗലവി, എന്റെ ബഹുമാന്യനായ സഹപ്രവർത്തകൻ ഹാജി യു മുഹമ്മദ് ഷാഫി സാഹിബ്, ഈ മഹത്തായ മഖാം ഉറൂസിനോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ വളരെ താൽപര്യപൂർവ്വം പങ്കെടുത്ത പ്രിയപ്പെട്ട കാരണവന്മാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, ദീനീ സ്നേഹികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇസ്ലാമിക ജീവിത ദർശനം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നിസ്സീമമായ പങ്കുവഹിച്ച ഈ മഹത്തുക്കളുടെ പാത പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് ഖിദ്മത്ത് ചെയ്യുവാൻ അള്ളാഹു നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, മിത്രങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഗുരുനാഥന്മാർ, മാതാപിതാക്കൾ, എല്ലാവരെയും ഇത്തരം മഹത്തുക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുവാൻ നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ ഖിദ്മത്ത് ചെയ്തുള്ള ജീവിതത്തോടൊപ്പം പരിപൂർണ ഈമാനോടുകൂടി മരണപ്പെടുവാനുള്ള തൗഫീക്ക് അള്ളാഹു തരുമാറാവട്ടെ. വളരെ മഹിതമായൊരു സദസ്സിനെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വലിയുല്ലാഹി ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി മൗലദ് ദബീല ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവരുടെ ജീവിതവും ദർശനവും സംബന്ധമായി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുക എന്നതാണ്. ആ വലിയ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിന് പറഞ്ഞുകൊടുക്കാൻ മാത്രമുള്ള ചരിത്രബോധം എത്രമാത്രം നമുക്കുണ്ട് എന്നത് നാം തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പരിമിതമായ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഇന്നും നമുക്കാർക്കും ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഇത്തരം മഹത്തുക്കളെക്കുറിച്ച് വളരുന്ന തലമുറക്ക് കഴിയുന്ന ഒരു അവബോധമെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന് നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും വലിയ പ്രബോധന പ്രവർത്തനമായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ആ അർത്ഥത്തിലും അളവിലും ദാറുൽ ഹുദയുടെ ആഭിമുഖ്യത്തിൽ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ സംഘടിപ്പിച്ച, ദീനീ ഖാദിമിങ്ങൾ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നിങ്ങളോടൊത്തൊരല്പസമയം പങ്കുവെക്കാനും ഇവിടുത്തെ ബർക്കത്ത് സിദ്ധമാകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയതിൽ അവനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിലെ ചില ആളുകളുടെ ധാരണ കേവലം ഒരധിനിവേശ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പ്രതീകമായിരുന്നു ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ഖുത്ബുസ്സമാൻ എന്ന്. ആ ധാരണ ശരിക്കും തിരുത്തപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല, മഹാനവരുടെ ജീവിതം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു. ഒരുപാട് പള്ളികൾ നിർമ്മിക്കുവാൻ നേതൃത്വം കൊടുത്തുകൊണ്ടും ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചുകൊണ്ടും അന്യമതസ്ഥർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശത്ത് അവരോട് സൗഹൃദം പങ്കിട്ടുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടും മനോഹരമായ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചവിട്ടുപടികൾ സമൂഹത്തിന് പകർന്നുകൊടുത്ത, ആധ്യാത്മികതയിലേക്ക് സമൂഹത്തെ നയിച്ച, ശാന്തിയോടെ സമൂഹത്തെ നിലനിർത്തിയ വലിയ കണ്ണികളിൽ പ്രമുഖനായിരുന്നു നമ്മുടെ മുമ്പിൽ മറവട്ട് കിടക്കുന്ന മഹാനായ അള്ളാഹുവിന്റെ വലിയും ആരിഫും ഒരു സമാന്റെ ഖുത്ബുമായിരുന്ന മൗലദ് ദബീല തങ്ങളവർകൾ. അള്ളാഹു മഹാന്റെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ടവർ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ച കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കും.
നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന ഇസ്ലാമത പ്രബോധക പ്രവർത്തകരിൽ, ഇസ്ലാമതം പ്രബോധനം ചെയ്യാൻ കടന്നു വന്ന മഹത്തുക്കളിൽ പ്രമുഖരായ സയ്യിദുമാരും പ്രത്യേകിച്ച് ഹദറമൗത്തിലെ സാദാത്യങ്ങളും അതുപോലെ തന്നെ അവരിവിടെ ദീൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രബുദ്ധവൽക്കരിച്ച ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രബോധകന്മാരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് യഥാർത്ഥ ദീനിന്റെ പ്രചരണം അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയത്തുൻ. ഈമാനും ഹിക്മത്തും യമാനിയാണെന്ന് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുക വഴി യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥമായ ഈമാനും അതോടൊപ്പം തന്നെ ശരിയായ ജ്ഞാനവും യമനിലൂടെ കടന്നുവരും എന്നാണ് അതിന്റെ സാരം. യമനിലൂടെ കടന്നുവരുന്ന ആ ശരിയായ ജ്ഞാനം നമ്മുടെ സമൂഹത്തെ നേരിന്റെ പാതയിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിൽ ഹദറമൗത്തി സാദാത്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഇന്നുപോലും നമ്മുടെ ചരിത്രം പറയാൻ കഴിയില്ല. ഇപ്പോഴും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സയ്യിദ് കുടുംബങ്ങളിലെ പ്രമുഖരൊക്കെ ഹദറമൗത്തിലെ സാദാത്തി കുടുംബങ്ങളുമായി ബന്ധമുള്ള മഹത്തുക്കളാണ്. ആ ഹദറമൗത്തി സാദാത്യങ്ങളിൽ കേരളക്കരയിലേക്ക് ഈ ജിഫ്രി കുടുംബത്തിലെ കണ്ണിയായി കടന്നുവരുന്ന സയ്യിദ് ജിഫ്രി തങ്ങളെക്കുറിച്ചാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചത്. ഹിജ്റ വർഷം 1139 ജനിച്ച മഹാനായ സയ്യിദ് ഷെയ്ഖ് ജിഫ്രി തങ്ങളവർകൾ ഹിജ്റ വർഷം 1159 കോഴിക്കോട്ട് വന്നു. ഹിജ്റ വർഷം 1159 മഹാനവർകൾ കോഴിക്കോട്ട് വരുമ്പോൾ കോഴിക്കോടിന്റെ ഭരണസാരഥ്യം നിർവഹിക്കുന്നത് മഹാനായ സാമൂതിരി മഹാരാജാവാണ്. സാമൂതിരി മഹാരാജാവും ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും തമ്മിൽ സന്ധിക്കുന്നത് ചരിത്രകാരന്മാർ വളരെ മനോഹരമായി ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. കോഴിക്കോടിന്റെ മുസ്ലാമിക പാരമ്പര്യം എഴുതിയ ചിന്തകന്മാരും കോഴിക്കോട്ടെ മാപ്പിളമാരുടെ ചരിത്രമെഴുതിയ ആളുകളും ഈ സമൂഹത്തിന്റെ പഴയകാല പാരമ്പര്യത്തെ എടുത്തുധരിച്ചുകൊണ്ട് മഹാനായ സയ്യിദ് ജിഫ്രി തങ്ങൾ കോഴിക്കോട്ട് വന്നിറങ്ങിയതും അനുബന്ധമായ സംഭവങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അന്ന് കോഴിക്കോട് കാദിസ്ഥാനം നിർവഹിക്കുന്നത് മഹാനായ മൊഹീദ്ദീൻ ബിൻ അബ്ദുസ്സലാം എന്ന മഹാപണ്ഡിതനാണ്. ആ മഹാപണ്ഡിതൻ ഇസ്ലാമിക സമൂഹത്തിന് ജാജ്വല്യമാനമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാന്യനായ സയ്യിദ് ജിഫ്രി തങ്ങൾ കോഴിക്കോട്ട് വന്നു. ആ മഹാനായ തങ്ങളവർകളെ കോഴിക്കോട് കാദി നേരിട്ട് പോയി സ്വീകരിക്കുകയും തന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് സൽക്കരിച്ചതിന്റെ ശേഷം സാമൂതിരി മഹാരാജാവിന്റെ ദർബാറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത സംഭവം ചരിത്ര പ്രസിദ്ധമാണ്. സാമൂതിരി മഹാരാജാവിന്റെ ദർബാറിലേക്ക് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ കൊണ്ടുപോകുമ്പോൾ മഹാനായ സാമൂതിരി മഹാരാജാവ് തന്റെ സിംഹാസനത്തിൽ ആരൂഢനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് രണ്ടുപേർ കടന്നു വരുമ്പോൾ സാമൂതിരി മഹാരാജാവിന് പരിചയമുള്ള ആളാണ് കോഴിക്കോട് കാദി. കൂടെ വരുന്ന ആളെ സാമൂതിരിക്ക് പരിചയമില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഈ കടന്നുവരുന്ന ഈ സന്ദർഭത്തിൽ സാമൂതിരി മഹാരാജാവ് അന്നത്തെ കോഴിക്കോട് കാദിയോട് ചോദിക്കുന്നത് ആരാണ് ഇദ്ദേഹമെന്നാണ്. ആരാണ് ഇദ്ദേഹമെന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടിയായി ബഹുമാന്യനായ കോഴിക്കോട് കാദി പറയുന്നത്, ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് അങ്ങയുടെ ഈ സന്നിധാനത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഇസ്ലാമത പ്രബോധന പ്രവർത്തനത്തിനു വേണ്ടി യമനിലെ ഹദറമൗത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ആ യമനിലെ ഹദറമൗത്തിൽ നിന്ന് വന്ന മഹാനവറുകളെ സാമൂതിരി മഹാരാജാവിന് പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ദീനീ പ്രബോധനത്തിന് സൗകര്യങ്ങൾ ഒരുക്കി തരണമെന്ന് അന്നത്തെ അമുസ്ലിം ഭരണാധികാരിയോട് ആവശ്യപ്പെട്ടപ്പോൾ ആ ഭരണാധികാരി അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവരുമായുള്ള സംഭാഷണ മധ്യേ കുറച്ചുകാലം ഇസ്ലാമിക പ്രബോധനം ഇവിടെ നിർവഹിച്ച ശേഷം തിരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ തിരിച്ചു പോകാൻ നിർബന്ധം പിടിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ആ പ്രകൃതി കണ്ടുകൊണ്ട് സാമൂതിരി മഹാരാജാവ് ചോദിച്ചുവത്രേ, എന്തുകൊണ്ട് തങ്ങളെ താങ്കൾക്ക് ഇവിടെ സ്ഥിരമായി താമസിച്ചുകൂടാ? ആ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നുവന്ന സയ്യിദ് കുടുംബത്തിലെ മഹാനായ ഒരു കണ്ണി കേരളത്തിൽ കാലുകുത്തുമ്പോൾ അന്നത്തെ അമുസ്ലിം ഭരണാധികാരി ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇവിടെ സ്ഥിരമായി താമസിച്ചുകൂടെ? വളരുന്ന മുസ്ലിം സമൂഹത്തിന് പഠിക്കാൻ ഒരുപാട് പാഠമുണ്ട് അവിടെ. സാമൂതിരി മഹാരാജാവിനോട് സയ്യിദ് ജിഫ്രി തങ്ങൾ പറഞ്ഞു, ഞാനിവിടെ താമസിക്കാം, എനിക്കൊരു കബറിനുള്ള സ്ഥലം ജന്മമായി അനുവദിച്ചു തരണം. സാമൂതിരി മഹാരാജാവ് ഉടനെ തന്നെ അദ്ദേഹത്തിന് താമസിക്കുവാനുള്ള വീടും അത്യാവശ്യ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. കോഴിക്കോട് ജിഫ്രി ഹൌസ് എന്ന് പറയുന്ന, കോഴിക്കോട്ടുകാരന്റെ ഭാഷയിൽ മാളിയേക്കല ഭവനം എന്ന് പറയുന്ന വീട് സാമൂതിരി മഹാരാജാവ് ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതാണ്. അദ്ദേഹത്തിന് എഴുതി കൊടുത്തുവെന്ന് മാത്രമല്ല, കോഴിക്കോട്ടെ മാപ്പളമാരുടെ ചരിത്രം എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, കല്ലായിക്കപ്പുറത്ത് ഒരു തെങ്ങിൻ തോപ്പ് വിശാലമായി തങ്ങൾക്ക് വരുമാനത്തിന് വേണ്ടി കൊടുത്തു. തങ്ങളുടെ ആശ്രിതന്മാർ
ആ പ്രദേശം നോക്കി നടത്തുകയും തങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചുകൊണ്ട് കോഴിക്കോട്ട് വലിയ ഒരു ഇസ്ലാമിക വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ട് സാമൂതിരി മഹാരാജാവ് തന്റെ മതമല്ലാത്ത മറ്റൊരു മതം പ്രചരിപ്പിക്കാൻ വന്ന ഈ തങ്ങളവർക്ക് ഇത്ര വലിയ സൗകര്യം ചെയ്തു കൊടുത്തു? ആ ചോദ്യം നമ്മുടെ മുമ്പിൽ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് മറുപടിയായി ചില ചരിത്രകാരന്മാരെങ്കിലും എഴുതി വെച്ചിട്ടുള്ളത് ആധികാരിക ചരിത്രരേഖകൾ കണ്ടിട്ടില്ലെങ്കിലും വളരെ വ്യക്തമായി കോഴിക്കോട്ടുകാർ തന്നെ വാമൊഴിയായി പറഞ്ഞ ചരിത്രങ്ങൾ ക്രോഡീകരിച്ചവർ പറയുന്നത്, മഹാനായ സാമൂതിരി മഹാരാജാവിന്റെ ആശ്രിതർ വന്നുകൊണ്ട് സാമൂതിരിയോട് ചോദിച്ചു, എന്തിനാണ് നമ്മുടെ മതമല്ലാത്ത മതം പ്രചരിപ്പിക്കാൻ വന്ന മനുഷ്യന് ഇത്ര വലിയ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്? അന്ന് സാമൂതിരി മഹാരാജാവ് പറഞ്ഞ മറുപടി, ഈ കോഴിക്കോടിന്റെ യശസ് എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ കോഴിക്കോടിന്റെ യശസ് എവിടെയാണ് കുടികൊള്ളുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? സാമൂതിരി മഹാരാജാവിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹത്തിന്റെ ആശ്രിതർ പറഞ്ഞത്, നമ്മുടെ കച്ചവടത്തിലാണ്. ഏലവും കുരുമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ തടിയും അഥവാ മരം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളമായി വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. അറബികൾ വരുന്നു, വിദേശികൾ വരുന്നു, കച്ചവട സാധനങ്ങൾ അവർ കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടാണ് ഈ കച്ചവട സാധനങ്ങളൊക്കെ ഇത്ര താല്പര്യപൂർവ്വം ഇവർ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാമൂതിരി മഹാരാജാവിന്റെ ചോദ്യം. അദ്ദേഹം അതിന്റെ കാരണം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇവിടെ കച്ചവടം ചെയ്യുന്നവർ മുസ്ലിമീങ്ങളാണ്. ഈ മുസ്ലിം സമൂഹം വഞ്ചിക്കില്ല, കളവ് പറയില്ല, വൃത്തികേട് ചെയ്യില്ല. സത്യസന്ധരായ മുസ്ലിം സമൂഹം. ആ സത്യസന്ധരായ മുസ്ലിം സമൂഹം കച്ചവടം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമാണ്. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം ഇവിടെ ജീവിക്കുമ്പോൾ മുസ്ലിം സമൂഹം ഇവിടെ കൂടുതൽ കരുത്താർജിക്കും. അത് നമ്മുടെ നാട്ടിലെ കച്ചവടവും നമ്മുടെ നാട്ടിന്റെ പുരോഗതിയും വളരെ വേഗതയിലാക്കും. ആ ഒരു കച്ചവട മനസ്സോടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് എന്ന് സാമൂതിരി മഹാരാജാവ് തന്റെ ആശ്രിതരോട് പറഞ്ഞുവത്രേ. ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള വലിയ പാഠം അന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ദീനീബോധമാണ്. കളവ് പറയാത്ത, വഞ്ചിക്കാത്ത, വൃത്തികേട് ചെയ്യാത്തൊരു സമൂഹത്തെ അന്നിവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നതാണ് അതിന്റെ സത്യം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകളും അനുചരന്മാരുടെ പ്രബോധനം ചെയ്ത് അവിടുന്ന് പൊന്നാനി മഖ്ദൂമമാർ ഏറ്റെടുത്ത് വലിയൊരു ഇസ്ലാമിക വിപ്ലവം തന്നെ കാഴ്ചവെച്ച ഈ പ്രദേശത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവ്വകാല ചരിത്രങ്ങൾ നമുക്ക് ആവേശം ഉൾക്കൊള്ളുന്നതും നമുക്ക് ആവേശം പകരുന്നതും വളരെ വ്യക്തമായ ജീവിത വിശുദ്ധിയോടെ ജീവിച്ച ഒരു തലമുറയുടെ ചിത്രവുമാണ്. അതാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്.